എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ സ്വർണ്ണ വില 1 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ്. 1,10,600 രൂപയായിട്ട് വില ഉയർന്നതോടുകൂടിയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ വില ലക്ഷം പിന്നിട്ടിരിക്കുന്നത്. ഗ്രാമിന് 220 രൂപയുടെ വൻ വർധനമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. 12,700 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. പവൻ 1,760 രൂപയുടെ വർധനവും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആഗോള വിപണിയുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് സ്വർണ്ണവിലയിൽ ഇന്ത്യയിലും വില ഉയർന്നിരിക്കുന്നത്. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4,480 പിന്നിട്ടിരിക്കുകയാണ്. നിലവിൽ $4,486 വ്യാപാരം പുരോഗമിക്കുന്നത്. 3.37% വർധനമാണ് ഇന്ന് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനസ്വേലയിൽ യുദ്ധപ്രഖ്യാപനവുമായിട്ട് ട്രംപ് മുന്നിട്ടിറങ്ങിയതാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കാനുണ്ടായ കാരണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു മേഖലയിൽ വലിയ രീതിയിലുള്ള യുദ്ധം ഉണ്ടാകുമെന്നുള്ള ഭയം നിക്ഷേപകരെ സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപം തിരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഇതിനു പുറമെ പലിശ നിരക്ക് കുറച്ച് US കേന്ദ്ര ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവ് ബാങ്ക് സ്വർണ്ണവില വർധനവിന് നേരത്തെ തന്നെ കളമൊരുക്കിയിരുന്നു. ആഗോള രാഷ്ട്രീയ രംഗത്ത് തുടരുന്ന അനിശ്ചിതാവസ്ഥകൾ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നതാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില അടുത്ത വർഷം തന്നെ ഔൺസിന് $5,000 തൊടുമെന്ന പ്രവചനങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. 2026 ഫെഡറൽ റിസർവ് ബാങ്ക് സ്ഥാനത്ത് നിന്ന് ജെറോം പവൽ വിരമിക്കുന്നതാണ്. പകരം എത്തുന്നയാൾ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന ട്രംപ് നയത്തിനൊപ്പം നിൽക്കുന്നയാളായിരിക്കുമെന്നാണ് പ്രവചനങ്ങളുള്ളത്. അങ്ങനെയാണ് എങ്കിലും 2026 ഫെഡറൽ റിസർവ് ബാങ്കിന്റെ പലിശ നിരക്കുകൾ കുറയ്ക്കൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് സ്വർണ്ണവില ഇനിയും ഉയരുന്നതിന് കാരണമാകുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.